ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും ബർത്ത്ഡേ പരിപാടിയാണെങ്കിലും നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അത് കേക്കാണ്. ക്രിസ്മസ് കേക്കിന് പ്രത്യേക ഫാൻ ബേസ് വരെ ഉണ്ടെന്ന് പലരും പറയുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ പ്രമാണിച്ച് ഇവിടെ അടുത്തുള്ള കേക്ക് ഷോപ്പിൽ കേക്ക് മേടിക്കാൻ പോയിട്ടുണ്ടായി. ഏത് കേക്കെന്നല്ലേ, ആരും വാങ്ങിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് മേടിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം ആലോചിച്ചത്, ഇത് കേക്ക് കട്ട് ചെയ്യാനുള്ള കത്തി ഉണ്ടോയെന്ന്. പക്ഷേ കത്തി അതിലുണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കത്തി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് വലിയ ഒരു കത്തി തന്നെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മളെത്തിയപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ഒരു ഓവറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അത് ഊതിക്കെടുത്തി പട്ടാപ്പകൽ നമ്മളങ്ങനെ കേക്ക് കട്ട് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു എയർ ഫ്രയർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അവനോട് പറഞ്ഞത് എയർ ഫ്രയറിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അവൻ പറഞ്ഞു ന്യൂ ഇയർ ആയതുകൊണ്ട് എനിക്ക് വെറുതെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാന്ന്. അങ്ങനെ സ്വന്തം കാര്യം സിന്താബ എന്ന് പറയുന്ന സ്വന്തം വായിലേക്ക് കേക്ക് ഇടാൻ നോക്കിയപ്പോൾ ഞാൻ വളരെ ബലാത്കാരമായി പിടിച്ചു വാങ്ങിയ കേക്ക് ഞാനിങ്ങനെ കഴിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് പൊളിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാവ് എ പീസ് ഓഫ് കേക്ക് ഗൈസ് ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ.